വരയ്ക്കേണ്ടതാണ്. ഇനി അഥവാ സെക്ഷൻ കിട്ടിയില്ലെങ്കിലും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഡോറിൻ്റെ ഈ ഫ്രെയിം, അതുപോലെ തന്നെ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള അതിലെ പാർട്സുകൾ, അതിൽ കുറച്ച് പാർട്സുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ വിത്ത് ഡയമെൻഷനോട് കൂടി ഈ ഡോറ് വരച്ച് വെക്കണം. സെക്ഷനും വരയ്ക്കേണ്ടതാണ്. ഇനി വരയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ, വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഡോറിൻ്റെ, അതായത് ഫ്രെയിം വിത്ത് ഷട്ടർ, ഇത് രണ്ടും നിങ്ങൾ വരച്ചിരിക്കണം, ഡയമെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പാർട്സുകൾ മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഫുൾ മാർക്ക് കിട്ടും. അത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരു 80% മാർക്ക് അപ്പോഴേ തന്നെ നിങ്ങൾക്ക് അത് തരും. സെക്ഷൻ വരച്ചില്ലെങ്കിൽ കൂടി തരും. പക്ഷേ അത് നിങ്ങൾ നല്ല പെർഫെക്റ്റായിട്ട് വരയ്ക്കണം. മറ്റേ ഷീറ്റ് ഡ്രോയിങ് ആണ്, ഓട്ടോകാഡിലല്ല. അത് ഞാൻ പ്രത്യേകം പറയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത് ഷീറ്റിലാണ്. മിനി ഡ്രാഫ്റ്റ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിലെ മെഷർമെൻറ്റുകൾ ക്ലിയർ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് പറയണം. ഞാനത് നോക്കിയിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇടാം. അപ്പോൾ എടുത്തപ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ അവിടെ ഇട്ടതാണ്. അതിൽ കറക്റ്റ് മെഷർമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് മെഷർമെൻറ്റുകൾ നോക്കുക. ഒന്നുമില്ല. അതായത് ഇതിൻ്റെയൊക്കെ ഷട്ടർ മുകളിലേ കണ്ട ഫ്രെയിമിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ നിങ്ങൾ? നമ്മളത് വോളിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുന്ന ഡോറിൻ്റെ, അതായത് വോളിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുന്ന ഫ്രെയിമിലെ അത് പറയുന്നത് നമ്മൾ കട്ട്ള അല്ലേ? എന്താ പറയാ? കുറുമ്പടിയോ? ആയിക്കോട്ടെ. അപ്പോൾ ഈ ഡോറിന് നമുക്ക് ഒരുപാട് പാർട്സുകൾ വരുന്നുണ്ട് നമുക്ക് ഈ ഡോറിൽ. അത് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. അതായത് ഡോറിൻ്റെ പാർട്സ്, ആർച്ചിൻ്റെ പാർട്സ്, സ്റ്റെയറിൻ്റെ പാർട്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഡോറിൻ്റെ ഫ്രെയിമിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതിൽ കുറച്ച് ഒരു 5-6 ഭാഗങ്ങളാണ് നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഈ മുകളിൽ കാണുന്ന ഭാഗം കണ്ടോ നിങ്ങൾ? നമ്മൾ അതിനെ അവിടെ ഹെഡ് ഫ്രെയിം എഴുതിയത് കണ്ടോ? ഹെഡ് ഫ്രെയിം. അതിനെയാണ് നമ്മൾ ഹെഡ് എന്നാണ് പറയുക. ആ ഭാഗത്തിന്, അതായത് ആ ഫ്രെയിമിൻ്റെ മുകളിലുള്ള ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹെഡ്. അതായത് ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദ ഡോർ ഫ്രെയിം, അങ്ങനെയാണ് പറയുക. ഒരു ഡോർ ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ഹെഡ്. ആ ഹെഡ് എന്നാണ് അതിനെ പറയുക. അതേപോലെ തന്നെ ഇപ്പോഴത്തെ വീടുകളിൽ നമ്മൾ പൊതുവെ അകത്തൊന്നും കൊടുക്കാറില്ലെങ്കിലും അടിയിലും അങ്ങനെ ഒരു ഭാഗം നമുക്കുണ്ട് അല്ലേ, ഡോറിൻ്റെ ഫ്രെയിമിൽ. അതിനെ നമ്മൾ പറയുന്ന സില്ലെന്നാണ് പറയുക. അത് ഇതിൽ കാണിച്ചിട്ടില്ല, ആ ഭാഗം ഈ ഡോറിൽ അതിൽ കാണിച്ചിട്ടില്ല. സില്ലെന്നാണ് പറയുക. SILL, സില്ല്, അങ്ങനെയാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഈ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഹെഡിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കാണാനുണ്ടോ? കണ്ടോ? അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഹോൺ എഴുതി വെച്ചിരിക്കണോ? HORN, ഹോൺ. നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഹോൺ എന്ന്. ഹെഡിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ഹോൺ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഹെഡ്, സില്ല്, ഹോണ് ഇത് പഠിച്ചല്ലോ. ഹെഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് പാർട്ട്, സില്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പാർട്ട്. ഇനി ഹോൺ എന്ന് പറഞ്ഞാൽ എന്താ? സില്ലിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ? ഹെഡ്, സില്ല്, ഹോണ്. 3 പഠിച്ചാൽ 3 എന്താന്ന് മനസ്സിലായല്ലോ. ഈ 3 ഭാഗവും ഏതിൽ വരുന്നതാ? നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിമിൽ. കട്ട്ള എന്ന് പറയില്ലേ നമ്മൾ, അതാണ് നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിം. ആ ഫ്രെയിമിൽ വരുന്നതാണ് എന്ത്? ആ ഫ്രെയിമിൻ്റെ മുകളിൽ വരുന്നതാണ് ഹെഡ്, താഴെ വരുന്നതാണ് സില്ല്, ആ ഹെഡിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഹോണ്. ഇത്രയും ഓക്കെ അല്ലേ?
ഇനി അതേപോലെ ഓ ആ ഇനിയിപ്പോ അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞതുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഭാഗം എന്താ ഹൊറിസോണ്ടൽ മെമ്പറാണ്, അതായത് ഹൊറിസോണ്ടൽ പാർട്ടാണ് അല്ലേ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുന്ന രണ്ട് പാർട്ടുകളാണ്. ഇനി ഇതിൽ വരുന്നതാണ് വെർട്ടിക്കലായിട്ട് വരുന്ന രണ്ട് പാർട്ട്. ഈ വെർട്ടിക്കലായിട്ട് രണ്ട് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഒരു ഡോട്ടഡ് ലൈനൊക്കെ ഇട്ടിട്ട് കണ്ടോ നിങ്ങൾ? കണ്ടില്ലേ? അവിടെ അങ്ങനെ അതാണ് നമ്മുടെ കട്ട്ലയുടെ വെർട്ടിക്കൽ പാർട്ട് എന്ന് പറയുന്നത്, ആ ഹൈറ്റിൽ നമ്മൾ വരുന്നത്. അതിന് നമ്മൾ പറയുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് എന്നാണ് പറയുക. നമ്മൾ സാധാരണ ഇത് പറയില്ലേ, നമ്മൾ പോസ്റ്റ് കാലെന്ന് പറയുന്ന പോലെ ഈ ഫ്രെയിമിൻ്റെ ഈ രണ്ട് ഭാഗത്തിനെയും പറയുന്ന പേരാണ് എന്ത്? പോസ്റ്റ്. നമ്മുടെ ഫ്രെയിമിൽ മുകളിലുള്ള ഭാഗത്തിന് ഹെഡ് എന്നും താഴെയുള്ള ഭാഗത്തിന് സില്ലെന്നും വെർട്ടിക്കലായിട്ട് വരുന്ന രണ്ട് ഭാഗത്തിന് പോസ്റ്റ് എന്നും നമ്മൾ പറയും. ആ ഫ്രെയിമിൻ്റെ ഇപ്പോൾ 4 ഭാഗത്തിനും 3 പേരുകൾ വന്നു നമുക്ക് അല്ലേ? മുകളിലുള്ളതിന് ഹെഡ്, താഴെയുള്ളത് സില്ല്, പിന്നെ 2 വെർട്ടിക്കൽ മെമ്പറാണ് വരിക ഫ്രെയിമിൽ വരുന്നത്, അതായത് കട്ട്ലയിൽ വരുന്നത്. ആ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ പറയുന്നതാണ് പോസ്റ്റ്. ഇത്രയും പിന്നെ ഹോണ്. അപ്പോൾ തന്നെ ഫ്രെയിമിൽ തന്നെ നമ്മളിപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഹെഡ്, ഒന്ന് സില്ല്, പിന്നെ 2 പോസ്റ്റ് ഉണ്ട്, പിന്നെ ഹോണും ഉണ്ട്. ഹോണ് ഇപ്പോൾ സില്ലുണ്ടെങ്കിൽ തന്നെ 4 സൈഡിലേക്ക് നമുക്ക് ഹോണ് വരും അല്ലേ? നമ്മൾ ആ ഹോണിൻ്റെ ഭാഗമാണ് നമ്മുടെ ചുമരിനകത്തേക്ക് നമ്മൾ തള്ളി വെക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഫ്രെയിമിലെ ഇത്രയും ഭാഗങ്ങൾ ഇതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഇത്രയും ഇതായിട്ട് നമുക്ക് വരയ്ക്കാനും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടണം, അതുപോലെ തന്നെ തിയറിയിൽ രണ്ടും നമുക്ക് ഒരുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. അപ്പോൾ ഡോറിനെ കുറിച്ചും എനിക്ക് പറയാം, അതിൻ്റെ ഡ്രോയിങ്ങും പറയാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇതിപ്പോൾ 200 ആണ്, 2 മീറ്ററാണ്. സാധാരണ 7 അടിയല്ലേ നമ്മൾ കൊടുക്കാറ്? ഡോറിൻ്റെ ഹൈറ്റ് 7 അടിയല്ലേ? 7 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:10 വരും അല്ലേ? 2:10 കൊടുക്കാറ്. അതുപോലെ തന്നെ ഡോറിൻ്റെ വീതി എന്ന് പറയുന്നത് അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ സാധാരണ ഫ്രണ്ട് ഇപ്പം എത്ര കൊടുക്കണം? 1:20. 1:20 വെക്കുന്നുണ്ട്, 1:10 വെക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് എത്ര കൊടുക്കാറ്? 90 അല്ലേ? ഉള്ളിൽ നമ്മൾ 90ആണ്. ഇപ്പം ഇതിൽ 1 കൊടുത്തിട്ടുള്ളത്, 1 മീറ്ററിൻ്റെ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ വരയ്ക്കുന്നത്, ഇപ്പോൾ 2:10 എന്നുള്ളത് 2:10 തന്നെ അതിലും രണ്ടിലും കുറച്ച് കാണിക്കാൻ പാടില്ല. 2:10 2:10 എന്തായാലും നമ്മളത് കാണിക്കണം. അപ്പോൾ 2:10 ഡോറ് ഹൈറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ വീതി നിങ്ങൾ കൊടുക്കുമ്പോൾ എത്രയാണോ നിങ്ങൾ കൊടുക്കുന്നത്, 1:10 ആണെങ്കിൽ 1:10, 1:20 ആണെങ്കിൽ 1:20, 90 ആണെങ്കിൽ 90, എത്രയാണോ കൊടുക്കുന്നത് അത് അവിടെ ഡയമെൻഷൻ ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എത്രയാണോ നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഡയമെൻഷനിങ് എല്ലാം കറക്റ്റായിട്ട് വരണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊടുക്കുന്ന പാനലിൻ്റെ അളവുകളാണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഇപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അളവുണ്ടല്ലോ, ഈ ഫ്രെയിമിൻ്റെ അളവ് കോമൺ ആണ്. അത് നിങ്ങൾ കാണാതെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് 10 കൊടുത്തിട്ടുള്ള അതിൻ്റെ തിക്നെസ് 10 ആണോ 0.7 ആണോ? 0.7 ആണെന്ന് തോന്നുന്നു അല്ലേ? 0.7 അല്ലേ? അതെ, 7 സെൻറ്റിമീറ്റർ. 70 mm ആണ്. 7 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പോസ്റ്റിൻ്റെ വീതി എന്ന് പറയണത് 7 സെൻറ്റിമീറ്റർ ആണ്. 90 × 70 കണ്ട, ഒരു ഏരോ മാർക്ക് ഇട്ടിട്ട് 90 × 70 എഴുതിയിട്ടുണ്ട്. അതായത് 90 എന്ന് പറയണത് അതിൻ്റെ തിക്നെസ്സും 70 എന്ന് പറയണത് അതിൻ്റെ വീതിയും. അങ്ങനെയാണല്ലോ നമ്മൾ സൈസ് കാണിക്കണത്. അപ്പോൾ ഈ അളവുണ്ട്, ഈ പോസ്റ്റിൻ്റെ ഈ അളവുകൾ അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചു. പിന്നെ ഏത് ഡോർ ഇപ്പോൾ ഈ പാനലിന് പകരം അവിടെ ഗ്ലാസ് ഡോറ് പറയുകയാണെങ്കിലും വേറെ എന്ത് പറയുകയാണെങ്കിലും ഫ്രെയിമിലോ അതിൻ്റെ മെഷർമെൻറ്റ്സിലോ വ്യത്യാസം വരുന്നില്ല, ഡിസൈനിങ്ങിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് പാനലിൻ്റെ ഡോറോ അത്തരം ഡോറുകൾ വരികയാണെങ്കിൽ അപ്പോൾ ഇതിലിപ്പോൾ പാനൽ കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ കുറച്ച് വലുത് കൊടുത്തിട്ടുണ്ട്, നടുക്കിൽ ചെറുത് കൊടുത്തിട്ടുണ്ട്, അടിയിലത്തെ കുറച്ച് ആ ഹൈറ്റ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 ഒരുപോലെ കൊടുക്കാം.
ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്കത് ഒരുപോലെ കൊടുക്കാം. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്യാം. പക്ഷേ അതിന് കൃത്യമായ അളവുകൾ ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ആ അളവുകൾ നിങ്ങൾ മെൻഷൻ ചെയ്യും വേണം. ഇനി അതല്ല, നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് തരും, ഇത്രയാണ് ഇതിൻ്റെ ഡയമെൻഷൻ. പോസ്റ്റ് ഇപ്പോൾ ഇതിൽ 90x70 എഴുതിയ പോലെ പോസ്റ്റ് ഇത്ര, ഹെഡിൻ്റെ മെഷർമെൻറ്റ് ഇത്ര, സില്ല് ഇത്ര എന്ന് പറഞ്ഞ്, പാനൽ ഇത്ര ഡിസ്റ്റൻസിൽ പാനൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡാറ്റ തരികയാണെങ്കിൽ അതിനനുസരിച്ച് വരയ്ക്കുക. ഇല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ അളവ് മാത്രം കറക്റ്റ് വരച്ച് ഉള്ളിലുള്ള പാനലിൻ്റെ അളവ് അത് നിങ്ങൾക്ക്, അതായത് ആ വീതിയിൽ വരുന്ന ഡിസ്റ്റൻസ് അല്ല, ഹൈറ്റിൽ വരുന്ന അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്കത് വരയ്ക്കാവുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്കത് 3 ഒരേപോലെയാണ് പാനൽ കൊടുക്കുക, അല്ലെങ്കിൽ 3 എണ്ണമല്ല 4 പാനൽ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 5 എണ്ണോ 6 എണ്ണോ നല്ല ചെറിയ പാനലുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് ഡിസൈൻ ചെയ്യാം. പക്ഷേ മെഷർമെൻറ്റുകൾ, പുറത്തുള്ള മെഷർമെൻറ്റുകൾ വീതിയിൽ വരുന്ന, അപ്പോൾ ഈ 1 മീറ്ററിൽ വരുന്ന ഈ പാനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഡിസ്റ്റൻസുകൾ എന്തായിരിക്കണം, കറക്റ്റായിരിക്കണം. ബാക്കി വെർട്ടിക്കലി വരുന്ന ഹൈറ്റ് ഈ 3 എണ്ണാണോ 4 എണ്ണാണോ 5 എണ്ണാണോ അതൊക്കെ നിങ്ങൾ ചെയ്യാം. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഡോറിൻ്റെ ഫ്രെയിമിൽ ഹെഡ് ഉണ്ട്, സില്ലുണ്ട്, 2 പോസ്റ്റും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പിന്നെ ഹോണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡോറിൻ്റെ ഫ്രെയിമിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡോറിൻ്റെ ഷട്ടറിലാണ്. ഈ ഷട്ടറിൽ വരുന്ന ഇപ്പോൾ ഈ പാനലും ഈ ഡോറിൻ്റെ ഫ്രെയിമിൽ വരുന്ന ഈ ഡിസ്റ്റൻസില്ലേ, വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്റ്റക്കായാ? ആണോ? റേഞ്ച് ഫോണേ